എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിസ്സീമമായ വന്ദനം. ഒരു മനുഷ്യൻ തളരുന്നത് തൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുമ്പോൾ ആണ്. നാം കേൾക്കുന്ന കുറ്റപ്പെടുത്തലാണ്, അയ്യോ നീ തകർന്നടാ. പാസ്റ്റർ ഷിജു എബ്രഹാം, പത്തനാപുരം. ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നീ തകർന്നടാ എന്ന വാചകം പലപ്പോഴും മനുഷ്യർ പറയുന്ന ഒരു കാര്യമാണ്. മനുഷ്യൻ്റെ അധപ്പതനം, പ്രത്യേകാൽ വിശ്വാസിയുടെ നാശം, തകർച്ച, വീഴ്ച, അധപ്പതനം, പരാജയം കാണുവാൻ, നമ്മുടെ വിശ്വാസത്തെ ആക്രമിക്കുവാൻ സാത്താൻ തൻ്റെ എല്ലാ ശക്തികളെയും കൂട്ടുമ്പോൾ ദൈവഭക്തനായ ഒരു വിശ്വാസി തളരുവാൻ പാടുള്ളതല്ല. കാരണം ദൈവത്തിൻ്റെ കൃപയും കരുണയും നിലനിർത്തുവാൻ പര്യാപ്തമാണ്. എന്നാൽ നമ്മുടെ കണ്ണുകൾ കർത്താവിൽ നിന്ന് മാറ്റാനും നമ്മുടെ വിശ്വാസം തകരാനും വളരെ എളുപ്പമാണ്. എന്നാൽ അതിനെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം സ്വന്തമെന്ന് പറയുന്നവർ, നമ്മുടെ കൂട്ടുകാർ, സഹപ്രവർത്തകർ, നമ്മുടെ സഹവിശ്വാസികൾ, സമപ്രായക്കാർ, അഭ്യുതകാംക്ഷികൾ, മാതാപിതാക്കൾ, നമ്മൾ ആഗ്രഹിക്കുകയും സ്വന്തമെന്ന് പറയുന്നവർ പോലും നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ, നാം പലപ്പോഴും വാക്കുകളിലൂടെ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ, നീ തീർന്നടാ, നീ തകർന്നടാ, നീ നശിച്ചു പോയടാ, നിൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയല്ലോ എന്ന് പഴിചൊല്ലി പരിഹസിച്ച് നിന്ദിച്ച് പറയുമ്പോഴും 34-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കൂടെ നിർത്തി നമ്മുടെ സമീപസ്ഥനായി നിൽക്കുന്ന ഒരു ദൈവത്തെ ദാവീദ് ഭക്തൻ പരിചയപ്പെടുത്തുകയാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവൻ്റെ അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയുമില്ല. ദൈവത്തിനു സ്തോത്രം. മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, എന്നാൽ യഹോവ എല്ലാറ്റിൽ നിന്നും വിടുവിക്കുന്നു. പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ പരിഹസിക്കുന്നവരും നിന്ദിക്കുന്നവരും നീ തകർന്നടാ, നീ തീർന്നടാ എന്ന് പറയുമ്പോൾ നിൻ്റെ സമീപേ നിന്നുകൊണ്ട് നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് നമ്മുടെ യഹോവയായിരിക്കും ദൈവം. ഒരു പക്ഷേ ഇങ്ങനെയുള്ളതായ കൂട്ടുകാർ, സഹപ്രവർത്തകർ ഉണ്ട് എന്നുള്ളതാണ് വേറൊരു വാസ്തവം എന്നുള്ളത്. നമ്മളെ പലപ്പോഴും നമ്മുടെ കണ്ണുനീരിൻ്റെ, വൈതരണിയുടെ, ദുഃഖത്തിൻ്റെ, മാനസികമായി തകർന്നിരിക്കുന്ന സമീപസ്ഥനായി നിൽക്കുന്ന സഹപ്രവർത്തകരും കൂട്ടുകാരും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും നാം മറന്നു പോകരുത്. അതുകൊണ്ട് നാം ഓർക്കുക, ദൈവമാണ് നമ്മോട് കൂടെ ഉള്ളത്. നീ തകർന്നിട്ടില്ല, നീ തീർന്നിട്ടില്ല, നീ ഇനിയും ജീവിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദാവീദ് ഭക്തൻ നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് നാം ചഞ്ചലപ്പെടേണ്ട കാര്യമില്ല. ദൈവം ഈ ചെറിയ സന്ദേശത്തിലൂടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ, ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലെസ് യു ആൾ.